ഈ ഓണം ഉണ്ടാക്കണോ അതിനെ വള്ളത്തിൽ പോയോ? എല്ലാം മത്തിയാണല്ലോടാ. എന്താടാ, വലിയ മീനൊന്നും ഇല്ലയോടാ? ഇല്ല ഇല്ല. എന്റെ പൊന്ന് റപ്പായിച്ചേട്ടാ, ഇതെടുക്കരുത്. വീട്ടാവശ്യത്തിനുള്ളതാ. റപ്പായിച്ചേട്ടനെ കാശ് ഞാൻ തരാം. നീ റപ്പായിയുടെ കൈക്ക് പിടിക്കാനായോ നായ? എന്താ റപ്പായി? ഇവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? ആ മീൻ തിരിച്ചു കൊടുത്തേക്ക്. ആ എടുത്തോ. റപ്പായുടെ അടികൊണ്ട് 4-5 പേര് ഇപ്പൊ ഇവിടെ വരും. അമോണിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ? ഉണ്ട്. പക്ഷെ ഡോക്ടർ ഐഡിയൻ തീർന്നിരിക്കുക. സാരമില്ല, ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി അവിടെ വെച്ചാൽ മതി. ഡോക്ടർ, ആരെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം. ഡോക്ടർ, അത് നമ്മൾ റപ്പായി ചേട്ടനാ. ചതിക്കോ? അവനിട്ടാണോ കിട്ടിയത്? ഇനി അവനെ ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്കി. ആരായാലും അറിഞ്ഞ് പെരുമാറിയിട്ടുണ്ടല്ലോ റപ്പായി. ഒരക്കടി പറ്റിപ്പോയി ഡോക്ടറെ. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതൊന്നും
ഞാൻ കല്ലോട്ട് പിടിച്ച്. പൊക്ക്. കരയാം, കരയാം. ഇത്രയും നാൾ ഇവനെയൊക്കെ ചികിത്സിച്ചോ ഞാൻ. ഇന്നൊരു മുറിവീതം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ടാ ഡോക്ടറിൽ നിന്ന് ഈച്ചടിക്കേണ്ടി വരും. ഇവനെ ഒന്ന് ഒതുക്കാൻ എന്താറപ്പായി ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ. മേരിക്കുട്ടിയെ അല്ല, നീ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങോട്ട് എന്നാ കറിക്കുന്നരച്ചേ? അമ്മച്ചി, എനിക്കൊരു വയറ്റുവേദന. അതിന് നീ കാലത്ത് കണ്ടടച്ചാണെ വല്ലതും തിന്നാ? ഇല്ല. ആ, എന്നാ വായുവിന്റെ കേട്ടതായിരിക്കും. നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്ന് ഇത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടിയടി, എങ്ങോട്ടാ? മരുന്ന് മേടിക്കാൻ. ഈ വേഷത്തിലാ? പോയി സാരിയും ബ്ലൗസും മാറ്റിയിട്ട് പോടി തന്നെ. സാറേ, ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയോ? ആരാ? നീ കയറി വാ ചേച്ചി. ഈ ഗുളിക കാലത്തും വൈകിട്ടും ഓരോന്ന് കഴിക്കുക. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താ വന്നത്? എനിക്ക് നെഞ്ചിനകത്ത് നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ. ഇവിടെ കയറി കിടന്നേ. കിടന്നേ. ഇവിടെ വേദനയുണ്ടോ? ഇവിടെ പിന്നെ എവിടെ വേദന? മേരിക്കുട്ടി, നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ. ബാബുമോനെ, ഇങ്ങോട്ടൊരു സോക്കേടുകാരി വന്നല്ല. ഇവിടെ ഉണ്ട്. എന്നതാ മോനെ ഇവക്കടെ സോക്കേട്? ഇച്ചിരി കൂടുതലാ. 10 ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി, മാറും. അരുളപ്പാ, എടാ അരുളപ്പാ. എന്തോ? ദേ ബാബുമോന് ചോറ്. അമ്മച്ചി, കൂട്ടാൻ എരിവ് കൂടുതലുണ്ടോ? നീ പോടാ. ബാബുവിന്റെ ഇഷ്ടവും ശീലവും ഒക്കെ എനിക്കറിയാം. നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ മതി. അമ്മച്ചി, ഈ ടാബ്ലറ്റ് ദിവസം 3 നേരം കൊടുക്കണം. പകല് മുഴുവനും ചീക്കപ്പോത്തിനെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ അവള്. അതിന് മരുന്ന് വേണ്ട അമ്മച്ചി. നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാ മതി. എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. വിശേഷം നല്ലതെന്ന് സാർ അറിഞ്ഞ? എന്താ? സാറെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അപഖ്യാതി വന്നിട്ടുണ്ട്. അപഖ്യാതി? ഓ, ആ കള്ളക്കഴിവറി പത്രാധിപരുടെ പണിയാ. എടാ, ഇതാ ആറാം പറഞ്ഞ രാജപ്പൻ ഡോക്ടർ കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ള രണ്ടിനെയും നമുക്ക് തപ്പാൻ മമ്മൂക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. വായിച്ചു നോക്ക്. ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടിയും വ്യഭിചാരവും നടക്കണമെന്ന് എഴുതി വെച്ചിരിക്കണ. ഞമ്മക്കിട്ട് ഒരു അടിയാ അടിച്ചിരിക്കണത്. എന്താ? എന്റെ അടി ഏറ്റില്ലേ? ഏറ്റുവാശാലേ ഏറ്റു. താനൊരു ഭയങ്കരനാണ്. തന്റെ ഈ മഞ്ഞപത്രത്തെ റിപ്പോർട്ട് ഇത്ര കേശുവെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് എഴുതിയാലും യേശുൻ ഡോക്ടറെ. ഇത് കണ്ടോ? ഇതാണ് എന്റെ മാരകായുധം. ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും. പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ. അന്വേഷിക്കുമെന്ന്. നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്ന് ഓറമുണ്ട തിന്നും. ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ. താൻ വിഷമിക്കണ്ട, ഞാനത് അറിഞ്ഞു ചെയ്യാം. അല്ല, ഡോക്ടർ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കടലാസും അച്ചിരി മഷിക്കൽ എന്ത് വില കൂടുതലാണെന്നു. കള്ളിന് വരെ വില കൂടിയിരിക്കുക, പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത്? ഇതിരിക്കട്ടെ. കുറെ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു അങ്ങത്തെ. രാത്രി അയാൾ കുറെ റൗഡികൾ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ച ആ ഡോക്ടർ എന്ന് പറഞ്ഞാണ് അവരുടെ നേതാവ്. ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ. ഐ ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ? പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ? അല്ല,
ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ്. BSc MBBS. സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ? പരിശോധിച്ചു. അവയെല്ലാം ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഗുഡ് ലക്ക് ഡോക്ടർ. താങ്ക് യു. നീ ഇങ്ങോട്ട് മാറി നിൽക്കടി പെണ്ണേ. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്.